കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. ജയദേവരുടെ ഗീതാഗോവിന്ദത്തിന്റെ മാതൃക പിന്തുടരുന്ന സംസ്കൃത നാടകങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി മലയാളത്തിൽ ഹൃദ്യമായ പദാവലികളും ശ്രുതിമാധുരമായ സംഗീതവും ആട്ടക്കഥകളിൽ പ്രകടമാണ്. പദങ്ങളായും ശ്ലോകങ്ങളുമായാണ് ആട്ടക്കഥ രചിക്കുന്നത്. ആട്ടക്കഥകളിലെ പദങ്ങളാണ് കഥകളിയിൽ പാടി അഭിനയിക്കപ്പെടുന്നത്. ശ്ലോകങ്ങൾ രംഗസൂചനയും കഥാസൂചനയും നൽകുന്നതിനുള്ള സൂത്രധാരോപാധിയായാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ അരങ്ങിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന ശാഖ കൂടെയാണ് ആട്ടക്കഥകൾ. ഏകദേശം 500ഓളം ആട്ടക്കഥകൾ മലയാള സാഹിത്യത്തിന്റെ ഭാഗമായി സാഹിത്യത്തിലുണ്ട്. കൊട്ടാരത്ത് തമ്പുരാന്റെ രാമനാട്ടത്തിലെ 8 ദിവസത്തെ കഥകളാണ് ആദ്യത്തെ ആട്ടക്കഥ. കോട്ടയത്ത് തമ്പുരാന്റെ ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാതകവച കാലകേയവധം, ഉണ്ണായി വാര്യരുടെ നളചരിതം, ഇരമ്യമ്മൻ തമ്പിയുടെ ഉത്തരാസ്വയംവരം, കീചകവധം, കിളിമാനൂർ രാജരാജവർമ്മ കോയിത്തമ്പുരാന്റെ രാവണ വിജയം, അശ്വതി തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ രുക്മിണി സ്വയംവരം, പൂതനാമോഷം, പൗണ്ഡ്രകവധം, അംബരീഷ ചരിതം എന്നിവ വ്യാപകമായി പ്രചാരത്തിലുള്ള ആട്ടക്കഥകളിൽപ്പെടുന്നു.